അസ്സലാമലൈക്കും. നല്ല മഴക്കാലമായില്ലേ. വൈകുന്നേരം കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. നമ്മളൊരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഓയിൽ ഏതായാലും കുഴപ്പമില്ല, നെയ്യാണെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. നന്നായി തിരുമ്മി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട്. സാധാ പച്ചവെള്ളമാണ്. അതിൽ 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളം വെച്ചാണ് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നത്. കുറേശ്ശെ ഒഴിച്ച് യോജിപ്പിച്ചെടുക്കാം. വെള്ളം കൂടി പോകരുത്. ഒരു 1/2 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം, ഒരു നുള്ളു നല്ല ജീരകം എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേരുവകൾ മാത്രം മതി. എല്ലാം നമ്മളെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഡോ സെറ്റായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മൾ ഡോ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. നമുക്ക് 3 ഭാഗങ്ങളാക്കി മാറ്റാം. ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു ചപ്പാത്തി പലകം വെച്ചിട്ട് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ അതിനേക്കാളും തിന്നായിട്ട് പരത്തി കൊടുക്കാം. കട്ടി കൂടിപ്പോയാൽ വേഗം തണുത്ത് പോകും. സ്നാക്സ് ക്രിസ്പി ആയിട്ടിരിക്കില്ല. ഏറ്റവും തിന്നായിട്ട് പരത്താൻ പറ്റുന്ന അത്രയും തിന്നായി പരത്തി കൊടുക്കുക. നമ്മൾ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് ഡയമണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞങ്ങളിതിന് വെട്ടപ്പം എന്നാണ് പറയുക. നിങ്ങളവിടെ എന്താണ് പറയുക എന്നറിയില്ല. കമൻറ്റ് ചെയ്യുക എല്ലാവരും. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഒട്ടി പിടിക്കുകയൊന്നുമില്ല. ഒന്നിൻ്റെ മുകളിലൊന്നായിട്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. നമ്മൾ മൊത്തമായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ പരത്തിയെടുക്കാം. 3 ബോളും 3 പാത്രത്തിലേക്കാണ് പരത്തിയിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫ്രൈ ചെയ്യാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി തന്നെ വെക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് വേറിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഫ്ലെയിം മാറ്റി കൊടുക്കാം. ഇതുപോലെ നമുക്ക് വേറിട്ട് കിട്ടും. നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് വേണം ബാക്കി ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മൾ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വേറെ പാത്രത്തിലേക്ക് ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുഴുവൻ വെട്ടപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.